പത്തനംതിട്ടയിലുള്ള നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റോഡിലൂടെ ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. കൊടുമൺ പ്ലാന്റേഷൻ റോഡ്. ഏഴംകുളത്ത് നിന്നും കോന്നി പത്തനാപുരം റോഡിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണിത്. ഈ വഴിയിലൂടെ പോകുമ്പോൾ തൊടുവക്കാട് എന്ന് പറഞ്ഞ കുഞ്ഞു ഗ്രാമമുണ്ട്. ആ സ്ഥലത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് 100 നാവാണ്. ബിക്കോസ് എന്റെ അമ്മ ജനിച്ച് വളർന്ന സ്ഥലമാണത്. മറ്റൊരു സ്ഥലം പോലെയല്ല ഈ സ്ഥലം. സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളും പുഴകളും മലകളും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഗ്രാമം. നിങ്ങൾ അമ്മമാരുടെ സ്ഥലവും അവിടുത്തെ കുറിച്ച് നല്ല ഓർമ്മകളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഈ മലയിൽ കൊത്തിപ്പണിഞ്ഞ് വെച്ചേക്കുന്ന പോലത്തെ കോളേജിന്റെ പേരറിയുന്നവർ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. തന്നെയല്ല ഇവിടെ പഠിച്ച സ്റ്റുഡൻസ് എല്ലാവരും കമന്റ് ബോക്സിൽ കമോൺ. ഓക്കെ, ഇവിടെ മുതലാണ് നമ്മുടെ കൊടുമൺ പ്ലാന്റേഷന്റെ എൻട്രി. ഏക്കറുകളിൽ കിടക്കുന്ന ഈ റബ്ബർ പ്ലാന്റേഷനിലൂടെയുള്ള യാത്ര ഏറെ ഓർമ്മകൾ നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഡിസംബർ മാസം രാവിലെയും മഴയുള്ള സമയങ്ങളിലെല്ലാം ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുരങ്ങന്മാര്, മയിലുകള്, പന്നികളെ ഒക്കെ ഈ യാത്രയിൽ കാണുവാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഞാൻ ഇതുവഴി ട്രാവൽ ചെയ്തപ്പം ഇതിന്റെ എൻട്രി മുതൽ എൻഡ് വരെ ഫുള്ള് റബ്ബറും തോട്ടമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഭാഗങ്ങളിലെ റബ്ബറുകളെല്ലാം മുറിച്ചു മാറ്റിയിട്ട് കൈതച്ചക്കത്തോട്ടം വെച്ച് പിടിപ്പിച്ചു. ഈ ഒരു റബ്ബർ പ്ലാന്റേഷന്റെയും കൈതച്ചക്കത്തോട്ടത്തിന്റെയും കോംബോ എന്ന് പറയുന്നത് അടിപൊളി തന്നെ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇതുവഴി വരാൻ ആഗ്രഹിക്കുന്നവർ രാത്രിയിലെ യാത്ര അവോയ്ഡ് ചെയ്യുക. പിന്നെ സോളോ ട്രിപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് ഫാമിലിയായിട്ട് വരാനിരിക്കുന്നവർ പിണങ്ങണ്ട കേട്ടോ, നിങ്ങൾക്കും വരാം. പത്തനംതിട്ടയിലുള്ളവർക്ക് ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോൾ ഒന്നിറങ്ങാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണിത്. ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കുന്നേ. അങ്ങനെ യാത്ര ചെയ്ത ഓരോ എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കുക. അങ്ങനെ ജീവിതത്തിലെ ഒരു യാത്രയുടെ അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്